ഉണ്ടെങ്കിൽ തിരിച്ച് ഒരു ചോക്ലേറ്റ് പയ്യനായി അനിയത്തിപ്രാവ് പോലെ ഒരു മൂവിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതില് എന്താ പറയാ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഉള്ള യാത്ര നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വേദിയിൽ നിങ്ങളോട് എല്ലാവരോടും സംവേദിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, എൻ്റെ ചിന്തകൾ മാത്രമാണ് കറക്റ്റ്, അത് ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നോക്കാതെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ ഉൾക്കൊണ്ട് തെറ്റുകളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ടുള്ള യാത്ര നടത്തുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും. ഏതെങ്കിലും രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് നമുക്ക് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഉന്മാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചോക്ലേറ്റ് എന്നുള്ളൊരു പേര് തന്നെ വേണ്ട അല്ലെങ്കിൽ അപ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാലത്തിനനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിനും അല്ലെങ്കിൽ ആൾക്കാരെ എന്നെ ഇപ്പോഴെങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റൊമാൻസും ഫണ്ണും പരിപാടികളെല്ലാം എന്തായാലും നമ്മൾ പിടിക്കും. അത് ആരാണെങ്കിലും ഏതൊരു അഭിനേതാവാണെങ്കിലും അതിനെ ശ്രമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ പറയുന്ന പോലെ സോക്കോൾ ഇത്ര ഇൻറ്റൻസ് അല്ലാത്ത, ചിലപ്പോൾ കുറച്ചുകൂടെ കാഷ്വലായിട്ട് കണ്ട് ജസ്റ്റ് ഒരു സിനിമ കണ്ടു പോവുക, ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ള രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും ഉണ്ടാവും. അതിൽ അങ്ങനെ സംശയം തോന്നുന്ന കാര്യമില്ല. പക്ഷെ പഴയ അനിയത്തിപ്രാവ്, പഴയ ചോക്ലേറ്റ്, പഴയ ചാക്കോച്ചൻ അത് എന്തായാലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പോസ്റ്റ് 2020s അല്ലെങ്കിൽ 5ാം പാതിരയ്ക്ക് ശേഷമുള്ള സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ചും കഥാപാത്രങ്ങളും അത് സ്വീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് അതിനേക്കാളും ചിലപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ മാറ്റം സംഭവിച്ചുകൊണ്ടാണ്. ആ മാറ്റം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്നത് തന്നെയാണ്, ഈ പഴയ ചോക്ലേറ്റുമായിട്ട് ഇരുന്നാൽ മതിയോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പൊ അത് ആ ചോദ്യം മാറ്റി ചോദിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ 1% ഞാൻ എൻ്റെ ആ യാത്രയിൽ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ ചോദ്യം. അതെൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചെറിയൊരു വിജയമായിട്ട്, ഒരു സന്തോഷമായിട്ട് കരുതുന്നു. താങ്ക് യു ഫോർ ദാറ്റ് അഗൈൻ. പടം അവസാനിക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ത്രെഡ് കിടക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാമോ? നമ്മൾ കാണുന്ന ഒരുവിധം കണ്ടിറങ്ങി എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. വീണ്ടും ഒരു പെട്ടി കാണിക്കുന്നു, അതിലോട്ടൊരു ഫോക്കസ് പോകുന്നു. പെട്ടിക്കകത്ത് എന്താണ് ആ സമയത്ത് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇല്ല. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാരും പടം പോയി കാണാത്തവരും ഇവിടെ കുറച്ച് പേരുണ്ട്, അവരെ കൂടി കാണാം. എനിക്ക് ഒന്ന് കാണുന്നുണ്ട്. അല്ല, ഒന്ന് കണ്ടാ മതി. വിജയം കഴിച്ചു. കഥ കേട്ടപ്പോൾ ഇതിൽ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് പോയപ്പോൾ കുറെ മാറി എന്നെ കൊണ്ട് കരയിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്.